ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഈ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ കാണാൻ പോണത് തേൻനെല്ലിക്കയാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്തിട്ട്. ഇതിൽ കുറച്ച് വലിയ നെല്ലിക്കയാണ് നല്ലത്. നമുക്ക് ഈ നെല്ലിക്കകത്ത് ഒരുപാട് നല്ല ഗുഡ് ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് ഹെൽത്തിന് കിട്ടുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഈ തേൻ നെല്ലിക്കയ്ക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് നെല്ലിക്ക ഇതുപോലെ ചെറിയ പീസാക്കി ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിക്കുകയാണ്. അതിനാവശ്യമായിട്ട് 3 പീസ് ശർക്കര ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനെ ഉരുക്കിയെടുക്കാം. അല്ല, ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഉരുക്കി അതിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് ഇതുപോലെ കളഞ്ഞിട്ട് അരിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതിനകത്ത് 2 ഏലക്ക ഇതുപോലെ ഉടച്ച് അതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചിയും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഒരു ചെറിയൊരു കഷ്ണം മാത്രം മതി. ഇതിനെ അടച്ചു വെച്ച് വേവിക്കുവാണ്. ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അരിച്ച് മാറ്റാം. ഈ തേൻ നെല്ലിക്ക ഡെയിലി ഒരു 1/2 സ്പൂൺ വെച്ച് കാലത്ത് കഴിച്ചു വന്നാൽ നമ്മുടെ ഹെൽത്തിന് നല്ല ബെനിഫിറ്റാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ആവിയിൽ വേവിച്ചതാണ്, നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ഇതിനകത്തിട്ട് മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ അങ്ങനെ അടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് സ്പൂൺ വെച്ചും ക്രഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ തേൻ നെല്ലിക്കയ്ക്ക് വേണ്ടി നമ്മൾ ആ ഒരു ശർക്കര പാനീരകത്ത് നമ്മൾ ഈ നെല്ലിക്ക ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് നേരം നമുക്കിങ്ങനെ അടച്ചു വെച്ച് വേവിച്ചാലും അതിനകത്തുള്ളതെല്ലാം ഒന്ന് നന്നായിട്ട് ഉരുകി കിട്ടും. ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണം. നമ്മൾ മധുരം എന്ത് ചെയ്താലും അതിനകത്ത് ഒരു നുള്ളു ഉപ്പിടുമ്പം അതിന് നല്ലൊരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്ത് തരും. കുറച്ച് ചൂട് കട്ടിയുള്ള പാത്രം ആകുമ്പോൾ നന്നായിട്ടൊന്ന് ഉരുകി കിട്ടുവേ. അതന്നെ പ്രിഫർ ചെയ്യുക. ഈ തേൻ നെല്ലിക്ക നമുക്ക് ഡെയിലി നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് മുടിക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിന് എല്ലാത്തിനും നല്ലതാണ്. പിള്ളേരല്ലാതെ കഴിക്കില്ല. ഇതെന്താണെന്ന് പോലും അറിയാതെ തേൻ നെല്ലിക്ക എന്ന് പറയുമ്പോൾ അവരങ്ങ് കഴിച്ചോളും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടി വേണം നമ്മളൊരു നെല്ലിക്കയൊക്കെ കൊടുത്ത് അവരെ കൊണ്ട് കഴിപ്പിക്കാൻ. ഇതാകുമ്പോൾ സ്വീറ്റ് ആകുമ്പോൾ അതൊരു ക്യാൻഡി എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങ് കൊടുക്കുന്നതേ ഉള്ളൂ. ഹൽവാന്നോ ക്യാൻഡീന്നോ. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ സമയമാകുമ്പോൾ നമുക്കൊന്ന് അടുപ്പൊക്കെ ഓഫ് ചെയ്ത് നമുക്കിതിനൊന്ന് ആറാൻ വയ്ക്കാം. ഇതൊരു 2-3 ഡേയ്സ് നമുക്ക് വെളിയിൽ വെച്ചാൽ ഒന്നും ആവില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എന്തെങ്കിലും അടച്ച് ഫ്രിഡ്ജിൽ ഒന്ന് സ്റ്റോർ ചെയ്യുക. മോർ ദാൻ 1 മന്ത് നമുക്കിത് നന്നായിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നല്ല ഇങ്ങനെ ബബിൾ പോലെയൊക്കെ വരും. ആ സമയം തന്നെ നമുക്കിതിനെ ഓഫ് ചെയ്ത് മാറ്റി ആ പാത്രത്തിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കുന്നതാണ് നല്ലത്. ഉറപ്പായിട്ടും കുഞ്ഞു മക്കൾക്കൊക്കെ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് കൊടുക്കണം. ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം. ഈ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. താങ്ക് യു. ബൈ ബൈ.